ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ LDC സ്റ്റേജ് 4 സെപ്റ്റംബർ 7 നടന്ന ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ വെച്ച് നടന്ന LD പരീക്ഷയുടെ കറണ്ട് അഫെയർ ചോദ്യങ്ങളും ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതെന്നാണ്. ആൻസർ വരുന്നത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാറാണ്. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായതാണ് ഏത്? മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? ബാങ്ക് ഓഫ് ബറോഡയാണ്. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. നാലാമത്തെ ചോദ്യം, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരള സംസ്ഥാനത്തിലാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതു പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷാ പദ്ധതിയിലാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതെന്നാണ്. ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ഒക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡയാണ് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം എന്താണ്? ഈ സഞ്ജീവനി പദ്ധതിയിൽ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷാ പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം നൽകി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. ഏഴാമത്തെ ചോദ്യം, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി. എട്ടാമത്തെ ചോദ്യം, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവം. എന്താണ് ചോദ്യം? മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത്? സ്നേഹപൂർവം. ഒമ്പതാമത്തെ ചോദ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് CCRAS കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ആൻസർ വരുന്നത് എന്താണ്? NIIMH ഹൈദരാബാദ്.
ഒന്നുകൂടെ വായിക്കാം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് CCRAS കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. 10ാമത്തെ ചോദ്യം, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ആൻസർ എന്താണ്? വന്ദേ ഭാരതാണ് ട്രെയിൻ 18 എന്നറിയപ്പെടുന്നത്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. 11ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാണ് ശ്രീ പിണറായി വിജയൻ. 7ാമത്തെ ചോദ്യം, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി. 8ാമത്തെ ചോദ്യം, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. 9ാമത്തെ ചോദ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് CCRAS കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. 10ാമത്തെ ചോദ്യം, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ട്രെയിൻ 18 എന്നറിയപ്പെടുന്നത്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 11ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. 12ാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരമാണ് 87.58 മീറ്റർ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ വേണ്ടി താണ്ടിയ ദൂരമാണ് 87.58 മീറ്റർ. 13ാമത്തെ ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? അൺടിൽ ഓഗസ്റ്റ്. 14ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയുടെ പേരാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 12ാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിലെ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സ്വർണ്ണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണ്? 87.58 മീറ്റർ. 87.58 മീറ്ററാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ ഗോൾഡ് കൈവരിക്കാൻ വേണ്ടി താണ്ടിയ ദൂരമാണ്. 13ാമത്തെ ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? അൺടിൽ ഓഗസ്റ്റ്. 14ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 2024 അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഏതിനാണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിനാണ്. അടുത്തതായിട്ട് LDC സ്റ്റേജ് 5 സെപ്റ്റംബർ 28 നടന്ന എക്സാമിലെ കോട്ടയം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നടന്ന എക്സാമിൻ്റെ LD എക്സാമിൻ്റെ പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 1ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? അഡ്വക്കേറ്റ് K രാജനാണ് കേരളത്തിലെ ഇപ്പോഴത്തെയും റവന്യൂ വകുപ്പ് മന്ത്രി. 2ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. 3ാമത്തെ ചോദ്യം, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. 4ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് രൂപീകൃതമായത് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകൃതമായത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് രൂപീകൃതമായത്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്.
അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ആൻസർ എന്താണ്? എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആരാണ്? എ ഷാജഹാനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് കെ രാജൻ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് കെ രാജൻ. രണ്ടാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. മൂന്നാമത്തെ ചോദ്യം, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. നാലാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് രൂപീകൃതമായത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് ഈ കമ്മീഷൻ രൂപീകൃതമായത്. അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി. അടുത്ത ചോദ്യം നോക്കാം. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തിയാണ് കാറ്റലിൻ കാരിക്കോ. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തിയാണ് ആര്? കാറ്റലിൻ കാരിക്കോ. ഏഴാമത്തെ ചോദ്യം, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കുനോ ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കുനോ ദേശീയോദ്യാനത്തിലാണ്. എട്ടാമത്തെ ചോദ്യം, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിത്, ശലഭം. ഒമ്പതാമത്തെ ചോദ്യം, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് PSLV C-57. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണേത്? PSLV C-57. പത്താമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ഈ ചന്ദ്രയാൻ 3 ലൂണാറും റോവറും ലൂണാറിന്റെ ലാൻഡറിന്റെ ഒക്കെ പേര് മാറി മാറി എല്ലാ കറണ്ട് അഫെയർ എല്ലാ എക്സാമിനും 2024 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും നോക്കി പോകേണ്ട ഒരു പാർട്ടാണ് ചന്ദ്രയാൻ. അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. 11ാമത്തെ ചോദ്യം, ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? മൗങ്കി ജി ഭവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സേക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത് നോബൽ. 2023 എല്ലാ മേഖലയിൽ നിന്നുള്ള ഏകദേശം നോബലുകളും ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കി പോകേണ്ടത് 2024 നോബലും 2023 നോബലും ഒക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് വേണം അടുത്ത എക്സാമിന് വേണ്ടി പോവാൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? മൗങ്കി ജി ഭവണ്ടിക്കും ലൂയിസ് ബ്രസിനും അലക്സിയക്കിമോവിനൊക്കെയാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. എട്ടാമത്തെ ചോദ്യം, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശലഭം. ഏഴാമത്തെ ചോദ്യം, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കുനോ ദേശീയോദ്യാനത്തിലാണ്. ആറാമത്തെ ചോദ്യം, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ആര്? കാറ്റലിൻ കാരിക്കോ. അതേ കണ്ടോ, വീണ്ടും നോബല് വൈദ്യശാസ്ത്രത്തിൽ നോബൽ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പ്രാവശ്യം നോബൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് കെമിസ്ട്രി, ഒന്ന് വൈദ്യശാസ്ത്രം.
അപ്പോൾ കോവിഡിനെതിരായിട്ട് mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയത് ആർക്കാണ്? കാറ്റ്ലിൻ കാരിക്കോ. അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവ്വം പദ്ധതി. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് ഇത് പദ്ധതികൾ. കുറേ അധികം പദ്ധതികൾ ഇപ്രാവശ്യം എക്സാമിന് കറണ്ട് അഫെയർ വിഭാഗത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി പോവേണ്ട മറ്റൊരു ഏരിയയും കൂടിയാണ് ഇത് പദ്ധതികൾ. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ഇത്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. 13ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. കേരള ശ്രീ ലഭിച്ചത് ആർക്കാണ്? വൈക്കം വിജയലക്ഷ്മിക്കാണ്. കേരള പ്രഭ ലഭിച്ചത് ഓംചേരി NN പിള്ളയ്ക്കാണ്. കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. പത്മശ്രീ ചെറുവയൽ രാമനാണ് ലഭിച്ചത്. അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നതാണ് ചോദ്യം. ശരിയായ ആൻസറാണ് നൽകിയിട്ടുള്ളത്. കേരള ശ്രീ ഏതാണ്? വൈക്കം വിജയലക്ഷ്മി. കേരള പ്രഭ ലഭിച്ചത് ഓംചേരി NN പിള്ളയ്ക്കാണ്. കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. പത്മശ്രീ ലഭിച്ചത് ചെറുവയൽ രാമനാണ്. 14ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ഇപ്പോഴാണ് ആരാണ്? ശ്രീമതി വിജയഭാരതി സായാഹ്നിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് ശ്രീമതി വിജയഭാരതി സായാഹ്നിയാണ്. പിന്നെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് ഡിസംബർ 24 ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യക്ഷനായിട്ട് നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് അദ്ദേഹം. തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് അദ്ദേഹം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇന്ന് തൊട്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്? സ്നേഹപൂർവ്വം പദ്ധതി. 13ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. എന്താണ്? കേരള ശ്രീ വൈക്കം വിജയലക്ഷ്മി. കേരള പ്രഭ ഓംചേരി NN പിള്ള. കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. പത്മശ്രീ ലഭിച്ചത് ചെറുവയൽ രാമനാണ്. 14ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഈ എക്സാം നടക്കുമ്പോൾ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു. ഇതുവരെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്തത് ആരാണ്? വിജയഭാരതി സായാഹ്നിയാണ്. പക്ഷേ ഇന്ന് മുതൽ, അതായത് ഡിസംബർ 24 രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് അധ്യക്ഷനെ നിയമിച്ചത്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് പുതിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.